സദ്യ മേടിക്കാൻ പോകണം, വേറെ കുറേ പരിപാടിയുണ്ട്. സോ എല്ലാം ഡിലേ ആയി. ഇപ്പോൾ തന്നെ 12:30 ഇനി നേരെ പോയി സദ്യ മേടിക്കാൻ പോകുന്നു. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാടെ കൂടെ ഒന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഉമ്മാക്ക് വന്നിട്ട് നമ്മൾ വിചാരിച്ചു നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരു സദ്യയൊക്കെ ആയിട്ട് പോവാം, എന്നിട്ട് ഉമ്മ താമസിക്കുന്ന ആ പ്ലേസിൽ ചെന്നിട്ട് ഉമ്മാടെ കൂടെ ഇന്നത്തെ ഡേ സ്പെൻഡ് ചെയ്യാം എന്നാണ് പ്ലാൻ ചെയ്തത്. ഉമ്മാക്കൊരു ഓണാഘോഷമൊക്കെ ആവുമല്ലോ, സോ ആ ഒരു രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഞാനും സിസ്റ്ററും കൂടെയാണ് പോകുന്നത്. ഇനി പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ആദ്യം പോയി സദ്യ എടുക്കാൻ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഡ്രസ്സൊന്ന് നോക്കാൻ പോകണമായിരുന്നു. അതിന് മുന്നേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 1-2 ഫോട്ടോസ് എടുക്കണമല്ലോ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് പോയി കുറച്ച് പിക്സ് ക്ലിക്ക് ചെയ്യാം. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴായിരുന്നു ലൈക്ക് ഹാഫ് സാരിക്ക് ലുക്ക് അത്ര പോരാന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ട് ജസ്റ്റ് പോയെന്ന് ഹാഫ് സാരി മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് നേരെ വന്ന് ഇനി വേണമെന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങാനായിട്ട്. ഗൈസ് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ട്രാവൽ ചെയ്യാൻ പോവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഗൈസ് അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുക്കാനുള്ള സ്പേസിലോട്ട് പോകുന്നുണ്ട്. സോ നമ്മൾ നേരെ അകത്തോട്ട് പോകാൻ പോവാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഇനി അടുത്ത് സദ്യ മേടിക്കാൻ പോകണം, വേറെ കുറേ പരിപാടിയുണ്ട്. സോ എല്ലാം ഡിലേ ആയി. ഇപ്പോൾ തന്നെ 12:30 ഇനി നേരെ പോയി സദ്യ മേടിക്കാൻ പോകുന്നു. അങ്ങനെ നമ്മൾ സദ്യ കളക്ട് ചെയ്യാനായിട്ട് ചായക്കാരിയുടെ ഫ്രണ്ടിലിട്ട് നേരെ പോയി സദ്യ കളക്ട് ചെയ്തിട്ട് വരാം. സദ്യയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നേരെ ഉമ്മാടെ എടുത്ത് പോയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാം. പ്രകൃതിയോട് ചേർന്ന് നടക്കുന്ന റൂട്ട് എന്ന് പറയുമല്ലേ, അങ്ങനെ ഒരു ഫീല്. ഫുള്ളൊരു അങ്ങനെയല്ല, ഫുള്ളൊരു പച്ചപ്പ്. അങ്ങനെയല്ല, ലൈക്ക് കൈൻഡ് ഓഫ്. ഗൈസ് അങ്ങനെ നമ്മൾ ഉമ്മാടെ വീട്ടിലെത്തി. എന്നിട്ട് അകത്തോട്ട് ജസ്റ്റ് കയറി സദ്യയൊക്കെ കൊണ്ടിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് കയറിയതേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഭയങ്കര കാറ്റാണ് ഗൈസ്, നല്ല കാറ്റാണ് ഇവിടെ. മമ്മിയും കൂടെ ചേർന്നിട്ടൊരു വീഡിയോ കോളൊക്കെ ചെയ്യാണ്. നല്ല കാറ്റും മഴയുണ്ട് ഇവിടെ. നമ്മൾ വന്ന് കയറിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ക്ലൈമറ്റ് ഇപ്പോൾ തിരിച്ചും വെയിലായി തുടങ്ങി. ആ ഒരു എന്താ പറയുക, മഴയൊക്കെ അങ്ങ് നിന്നു. അധികം സമയം എടുത്തില്ല, കുറച്ച് നേരത്തെ. നമുക്ക് സദ്യയുടെ കൂടെ ഇല തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 2 ഇല ഉണ്ടായിരുന്നുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളൊരു വാഴയിൽ നിന്നിട്ട് ഇലയൊക്കെ സെറ്റാക്കാൻ പ്ലാൻ ചെയ്യുന്നു. കംപ്ലീറ്റ് ഇലയാണ് നജു എടുത്തേക്കുന്നത്. പൊളിയായിട്ടുള്ള 3 ഇലകൾ കിട്ടി. വാഷ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്. ഇലകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇത് നജുവിൻ്റെ ഇല, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഉമ്മാക്കുള്ള ഇല. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ ഒന്ന് എന്താ പറയുക വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിക്കാൻ പോവുകയാണ്. മമ്മി എങ്ങനെയുണ്ടോ മമ്മി ഇന്നത്തെ അനുഭവം? വെറൈറ്റി ആയിട്ടില്ലേ? ഓക്കെ. വലിയൊരു ഇലയാണ് ചൂസ് ചെയ്തേക്കുന്നത്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി സദ്യയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ നേരം ചിറ്റാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഒരു ചെറിയൊരു അത്തപ്പൂക്കളം ഒരുക്കാൻ പോവാണ്. സോ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2 പേരും കൂടെ ചേർന്നിട്ട് എന്താ പറയുക പൂക്കളൊക്കെ ഇട്ട് അങ്ങനെ സെറ്റാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പൂക്കളം വരയ്ക്കാം. ഗൈസ് ഞാനങ്ങനെ എന്താ പറയുക അത്തത്തിനുള്ളത് വരച്ചു. എനിക്കങ്ങനെ വലുതായിട്ട് വരയ്ക്കാറൊന്നും അറിയത്തില്ല. അത് ഞാൻ പിക്ക് ഇടുന്നില്ല. ഞാൻ അത്തം ഇട്ട് കഴിയുമ്പോൾ ഇത് നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അപ്പം നോക്കാം. അങ്ങനെ നമ്മൾ അവസാനം അത്തം ഇട്ട് കഴിഞ്ഞു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഞാൻ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചു തരാം. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത്തം ഇടാനൊന്നും അറിയത്തില്ല. സോ ജസ്റ്റ് എന്താ പറയുക വരച്ച് നോക്കാം എന്ന് വിചാരിച്ചതേ ഉള്ളൂ. പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ അത്രയും ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് പൂക്കളായിട്ട് സെറ്റ് ആവുന്നെങ്കിൽ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലൈക്ക് എന്താ പറയുക ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇട്ട ഒരു ഫസ്റ്റ് അത്തം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അങ്ങനെ എന്താ പറയുക യൂഷ്വലി ഇടലുണ്ട്, ബട്ട് അത് നമ്മളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത ഒരു ഫസ്റ്റ് അത്തം എന്ന രീതിയിൽ പറയാം. സോ ഗൈസ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വളരെ വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഇവിടെ വന്നു, ഇവിടുത്തെ സദ്യ, അത് കഴിഞ്ഞിട്ട് അത്തപ്പൂക്കളം, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഒരു വെറൈറ്റി അനുഭവം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉമ്മാക്കും ശരിക്കും പറഞ്ഞാൽ വളരെ ഹാപ്പി ആയിരുന്നു നമ്മൾ വന്നതിലും പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓണം സെലിബ്രേറ്റ് ചെയ്തതിലും. എല്ലാവർക്കും മൊത്തത്തിൽ വളരെ ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ എൻ്റെ ഈ ദിവസം നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നത് വരെ സൈനിങ് ഓഫ്.